അയ്യോ വീണ്ടും ആന വന്ന് നമ്മളെ പേടിപ്പിച്ച് ഇറങ്ങി നോക്കിയില്ല. ഇറങ്ങി നോക്കാൻ പേടിയില്ലേ? പാവപ്പെട്ടവന്റെ അടുത്ത് വരാനോ നോക്കാനോ ഇവനെന്നാ സംഭവിക്കുന്നു, വെള്ളം കഴിക്കുന്നുണ്ടോ, പട്ടിണിയാണോ, മരുന്നുണ്ടോ, ചികിത്സയുണ്ടോ, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഭരണമാണ് വേറെ. അങ്ങനെ ഭരിച്ചിരുന്ന കാര്യം ജനങ്ങളെ അറിയാതെ കൊണ്ട് ഭരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പം ഇത് മൂന്നാമത്തെ സർക്കാരാണ്. ഇവർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ, ചെയ്യോ ഇല്ല, നമ്മളിവിടെ ആനയെ കൊല്ലണം, നമ്മളെ ആന കൊല്ലുമെന്ന് അവരോട് ചോദിച്ചു. എന്നിട്ട് അവർ പരിഹാരം ഉണ്ടാക്കാൻ നിൽക്കുവാണോ എന്നറിയാം. ഇത് ഫോറസ്റ്റുമാരോട് മേടിച്ചു വെച്ചേക്കുന്നത് ഉണ്ട്. ഇത് ആന വന്ന പൊട്ടിക്കാൻ തന്നാ? ഓ പൊട്ടിക്കുന്നുണ്ടോ? പിന്നെ ഞങ്ങള് പൊട്ടിക്കുന്നു. 2 പൊട്ടിച്ചു. കൃഷി പോകുമ്പോൾ കൊണ്ടുപോ കാടല്ലേ ആന ഉണ്ടെങ്കിൽ. പണ്ടൊക്കെ കാരണന്മാര് വീട്ടിൽ നിന്ന് പോകുമ്പോ നമുക്ക് മുട്ടായി മേടിക്കാൻ പൈസ ഒക്കെ തരുന്ന പോലെ ചേച്ചി തന്നു വിട്ടേക്കുന്ന കേട്ടോ. ഉണ്ട് കാലത്തിന്റെ പോക്ക് കണ്ടോ നിങ്ങൾ? നമ്മുടെ നാടിന്റെ ഇപ്പത്തെ അവസ്ഥയാട്ടത്. തെങ്ങിന്റെ ചോട്ടിലെത്തി തെങ്ങും മറിച്ചപ്പോഴത്തേക്കും പിന്നെ അവരെ വിളിച്ച് പോരാൻ. അപ്പം അവര് ഇവരോട് വിളിച്ചും പറഞ്ഞു വണ്ടിയില്ല. അവര് വന്ന പാടെ ഒരു ലൈറ്റിന്റെ വെട്ടം, അവരുടെ ലൈറ്റിന്റെ വെട്ടം ഇത് കണ്ടു. അന്നേരെ കാറി അങ്ങോട്ട് പോയി. അങ്ങോട്ട് തന്നെയാണ് പോയെന്ന് അവർ പറയുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ നമ്മുടെ ചപ്പമല മത്തഞ്ചേട്ടൻ്റെ ആ വീടിൻ്റെ പ്രദേശത്താണ്. നമ്മളിന്ന് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് തൊട്ട് മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അവരുടെ വീട്ടിൽ ജിഷോയും ഞാനും കൂടെ പോകുന്നതും അതുപോലെ തന്നെ അവിടെ കട്ടലയും ജനലൊക്കെ പിടിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. വാതിൽ നമുക്ക് റെഡി ആകുന്നുള്ള വാതിൽ പിടിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ അലാം സിസ്റ്റമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ ഒരു പ്രാവശ്യമാണ് അന്ന് ആന ഇറങ്ങിയത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ബുധനാഴ്ചയാണ്. ഇന്ന് വെളുപ്പിന് ഒരു 3 മണിയോടുകൂടെ ഈ ഒരു പ്രദേശത്ത് അവരുടെ വീടിൻ്റെ അതേ സ്ഥലത്ത് തന്നെ ആന വീണ്ടും വന്നു. ആന വന്നു എന്ന് മാത്രമല്ല, അലാറം അടിച്ചു കഴിഞ്ഞപ്പോൾ ആന നേരെ താഴേക്കാണ് പോയത്. കഴിഞ്ഞ പ്രാവശ്യം സൈഡിലേക്കുള്ള ഒരു പ്രദേശത്തേക്കാണ് പോയെങ്കിൽ ഈ പ്രാവശ്യം ആന പേടിച്ച് നേരെ താഴെ വശത്തേക്കാണ് പോയത്. നേരെ താഴെ വശത്തേക്ക് പോയി എന്ന് മാത്രമല്ല, പിന്നെ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ അലാറം പിന്നെ അടിക്കുന്നുമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ആനയ്ക്ക് പിന്നെ സൗകര്യമായി. താഴത്തെ പ്രദേശത്ത്, അതായത് നമ്മൾ അവരുടെ വീടിൻ്റെ അങ്ങോട്ട് കയറുന്ന ആ ഒരു പ്രദേശത്ത് ആന വന്ന് നിന്ന് അവരുടെ തെങ്ങൊക്കെ മറിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. ഇന്നലെ രാത്രി 3 മണിയായപ്പോൾ എനിക്ക് കോള് വന്നിരുന്നു. പക്ഷേ നമുക്ക് ആ സമയത്ത് അറിയാമല്ലോ, തന്നെ ഇങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റിയല്ല. പക്ഷേ ഫോറസ്റ്റുകാർ ഒരു 4 മണിയായപ്പോൾ വന്ന് ഫോറസ്റ്റുകാർ വന്ന് അവർ എന്താ പറയുക, പടക്കവും വെടിയൊക്കെ വെച്ച് ആനയെ തുരത്തി എന്നാണ് നമുക്ക് മനസ്സിലായത്. ഏതായാലും ആന ഇപ്പോൾ ഈ ഒരു പ്രദേശത്തില്ല, പക്ഷേ മുകളിലേക്കുള്ള ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഏതായാലും അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വീക്ക് പോയിൻറ്റുകളുണ്ട്. അതായത് ആ ഒരു സ്ഥലങ്ങളിലും കൂടെ നമ്മുടെ അലാം സിസ്റ്റം വെച്ചാലേ ഈ ഒരു പ്രശ്നം കുറച്ചൊക്കെ പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് ആന വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതായത് വീണ്ടും കുറച്ച് സ്ഥലത്തും കൂടെ വീണ്ടും 1-2 സ്ഥലത്തും കൂടെ അലാം വെച്ചാലേ ഇവരെ നമുക്കൊന്ന് സേഫ് ആക്കാനായിട്ട് പറ്റുള്ളൂ. ഏതായാലും നമുക്ക് ആ സ്ഥലത്തേക്കൊന്ന് പോകാം, എന്താണ് സംഭവിച്ചതെന്നുള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഏതായാലും ഓരോ ദിവസം കഴിയുന്ന പോലും ഇവർക്ക് ഈ കാട്ടാന മൂലമുള്ള ബുദ്ധിമുട്ട് കൂടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലാം സിസ്റ്റം വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഫെൻസിങ് ഒന്നും അതൊക്കെ ചെയ്യേണ്ടത് ഇവിടുത്തെ അധികാരികളും ഒക്കെയാണ്. നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് മത്തഞ്ചേട്ടൻ്റെ വീട്. ഏകദേശം നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇവിടെ ഒരു തെങ്ങ് മറിഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടാണ്, അതായത് അവിടെ നിന്ന് അലാറം അടിച്ച് ആന നേരെ താഴേക്ക് വന്നെന്ന് പറഞ്ഞത് കറക്റ്റാണ്. ഇതുവരെ ഒന്ന് പോയി നോക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ ഇവിടുത്തെ മകൻ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് അവിടെ ലൈറ്റ് ഇടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇനി താഴെ ഭാഗത്തുനിന്ന് വല്ലതും വന്നാൽ ഒരു വെളിച്ചം കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞായിരുന്നു. പറഞ്ഞ പോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഇവിടെയാണ് തെങ്ങ് മറിച്ചേക്കുന്നത്. തെങ്ങ് കിടക്കുന്ന നിങ്ങൾക്ക് കാണാം. ശരി, നമുക്ക് അവരോട് തന്നെ നേരിട്ട് കണ്ട് ചോദിക്കാം കേട്ടോ. ഒന്നാന്തരം ഒരു തെങ്ങ് കേട്ടോ. ഇതേപോലെ തന്നെ എത്ര വർഷം കഷ്ടപ്പെട്ട് വളർത്തിയൊരു തെങ്ങാണ് ഈ കിടക്കുന്നത് കാണുന്നത് കേട്ടോ. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ. ചേട്ടാ, എന്തോ വീണ്ടും ആന വന്നല്ലേ? അയ്യോ വീണ്ടും ആന വന്ന് നമ്മളെ പേടിപ്പിച്ച് അലാറം 2 കാറിൽ കയറി. അപ്പം ഞാൻ ഇറങ്ങിയില്ലായിരുന്നു. സംഭവം പറഞ്ഞാലൊരു 2 മണിയൊക്കെ കഴിഞ്ഞല്ലേ? 2 മണി കഴിച്ചപ്പോൾ 3 മണിയായിരുന്നു. എന്നിട്ട് അപ്പം അങ്ങനെ വന്നിട്ട് ഈ 2 കാറിൽ അത് കയറി. അലാറം കാറി കഴിഞ്ഞ് പിന്നെ ഒന്നും ഒരനക്കവും ഇല്ല.
അപ്പം ഇങ്ങനെ ഒരു കുറേ സമയം ഇങ്ങനെ നിന്ന് ഞാനൊന്നൊരു ഇവരെ വിളിക്കണോ എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആരെ? പിള്ളേരെയും പെണ്ണുങ്ങളെയൊക്കെ ഇവരല്ലേ. അപ്പം ആദ്യം ഇത് പിന്നെ ഓരോടിക്കൽ കേട്ടു. ഓരോടിക്കൽ കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ സംഭവം ഉണ്ട് എന്ന് വിചാരിച്ച് ഇവിടെ ഞാൻ വിളിച്ചു. അന്നേരം ഇവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കിടന്നു കാണാൻ പറഞ്ഞു. ഞാൻ കിടക്കത്തില്ല, ഞാനിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പം ഒരൊറ്റ കൂടെ കേട്ടു, ഇച്ചിരി സൗണ്ടില്. അതെല്ലാം കഴിഞ്ഞ് അന്നേരം ഞാൻ ഇവരോട് പറഞ്ഞു. അന്നേരം ഏറ്റു കഴിഞ്ഞ് ഇവരേറ്റു വന്നപ്പോഴാണ് ഇവൻ തെങ്ങ് പറിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കുന്നത്. അന്നേരം വലിയ സൗണ്ട് കേട്ടു. ഇല്ല, ഇറങ്ങി നോക്കിയില്ല. ഇറങ്ങി നോക്കാൻ പേടിയില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇറങ്ങി നോക്കിയാലെങ്കിലും നോക്കി ഞാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു അനങ്ങണ്ട മിണ്ണണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഇവനെ മറിച്ചു. തെങ്ങ് പറിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പെണ്ണ് ഇവിടെ ഇറങ്ങി നോക്കുമ്പോ പ്ലാവാ മറിക്കുന്നതെന്നാണ് നോക്കുന്നത്. ആ ചക്കയുള്ള അപ്പം പറഞ്ഞു ചക്ക പ്ലാവാണ് നിപ്പുണ്ട് താഴേന്നാന്ന് പറഞ്ഞു. ടോർച്ചടിച്ച് നോക്കിയോ? ടോർച്ചടിച്ച് നോക്കിയോ? ഇല്ല. ഇവര് വരുമ്പം പോർഷന്മാര് വരുമ്പം അവൻ താഴെയുണ്ട് തെങ്ങിന്റെ ചോട്ടിൽ. തെങ്ങ് നിന്നോണ്ടിരിക്കുക. ഇവരുടെ ലൈറ്റ് കേട്ടോണ്ട് ഒറ്റ കാർജ്. ജീപ്പ് കൊണ്ട് ഇവിടെ വന്നോ? ജീപ്പല്ല, അവർ ബൈക്കിനാ വന്നത്. അവരുടെ വണ്ടി അങ്ങായി പോയി എന്ന് പറഞ്ഞു കേരളത്ത്. അത് കാരണം വണ്ടി ഇല്ലാതെ അവര് ബൈക്കിന് വന്നു. അപ്പൊ വിളിച്ചപ്പോഴേ ഇവനോട് പറഞ്ഞു, ചിന്തയോട് പറഞ്ഞു വണ്ടി ഇവിടെ ഇല്ല, ബൈക്കിന് വേണം പോകാനെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവരെ വിളിച്ചിട്ട് കിട്ടിയില്ല. പോർഷന്മാരെ വിളിച്ചിട്ട് കിട്ടി. അപ്പോൾ ഉടനെ ചിന്തയെ വിളിച്ച് അവനോട് പറഞ്ഞു ഇങ്ങനെയുള്ള സംഭവം ആന വന്നിട്ടുണ്ട്, അവരെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. ഉടനെ അവൻ വിളിച്ച് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവർക്ക് വണ്ടിയില്ല, ബൈക്കിനാ വരുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ വിളിച്ച് വരുന്നുണ്ടെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വന്നപ്പോഴത്തേനും വരവിടെ വന്നു. അവരെത്ര മണിയാകുമ്പോഴത്തേക്ക് എത്തി? അവര് വരുമ്പോൾ സമയത്ത് 2:30 അല്ല 4 മണി. ഓ, അപ്പൊ 2 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. 2 മണിക്ക് ആനയോ? 2 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. ആര്? ആന 2 മണിക്കൂറൊന്നും അല്ലെന്നാ തോന്നുന്നു. ആന എങ്ങാണ്ട് നേരത്തെ എങ്ങാണ്ട് വന്നതാ. മുകളിലെങ്ങാണ്ട് ആയിരുന്നു. അവിടുന്ന് തപ്പി ഇവനോട് വരുമ്പം അലാറം അടിച്ചു താഴേക്ക് അലാറം വന്നു. അലാറം അടിച്ചു. അപ്പോഴെ ഇവൻ പോയി. പിന്നെ അലാറിന് അധികം അടിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെയാണ് ഈ ഒച്ചപ്പാട് കേൾക്കുന്നത്. അതുവരെ ഒരനക്കവും ഇല്ല. ഈ മോളിൽ നിന്ന് വന്നതോ ഇവിടെ വരുന്നതോ ഒരനക്കവും ഇല്ല. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കമ്പ് ഇങ്ങനെ 10 ഓടിയെന്ന് ഒച്ച കേട്ടു. അത് കേട്ടപ്പോഴെനിക്ക് തോന്നി എന്തോ സംഭവം ഉണ്ടെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് അവരെ വിളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പിന്നെ അങ്ങനെ നിന്നു. ഞാൻ ആനയൊന്നും അല്ല പിന്നെ വെറുതെ അവരെ വിളമ്പിക്കണല്ലോ എന്നോർത്ത് അങ്ങനെ എന്നപ്പോൾ ഇച്ചോടെ സൗണ്ട് കൂടല്ലോ. അപ്പോൾ എനിക്ക് തോന്നി സംഗതി വന്നിട്ടുണ്ടെന്ന് തോന്നി. അങ്ങനെ പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ആനയാന്ന് തോന്നി. ആ നേരത്തിന് തെങ്ങിൻ്റെ ചോട്ടിലെത്തിവൻ. തെങ്ങിൻ്റെ ചോട്ടിലെത്തി തെങ്ങും മറിച്ചപ്പോഴത്തേക്കും പിന്നെ അവരെ വിളിച്ച് പോർഷന്മാർ. അപ്പം ഇവനോട് വിളിച്ചും പറഞ്ഞു വണ്ടിയില്ല. അവര് വന്നിട്ടോ? അവര് വന്ന പാടെ ഒരു അവരുടെ ലൈറ്റിന്റെ വെട്ടം ഇത് കണ്ടു. അന്നേരെ കാറി അങ്ങോട്ട് പോയി. അങ്ങോട്ട് തന്നെയാണ് പോയെന്നാ അവര് പറയുന്നത്. പിന്നെ തെക്കോട്ടാ പോയെന്നാ പറഞ്ഞത്. നമ്മുടെ കണ്ടംപനക്കാട് അങ്ങോട്ട് പോയെന്നാണ് അവര് പറയുന്നത്. നമുക്കറിയത്തില്ലല്ലോ. അത് കഴിഞ്ഞ് അവർ കുറേ നേരം ഇവിടെ നിന്ന് 3-4 പടക്കം എല്ലാം പൊട്ടിച്ച് 4 മണി 4-4:30 കണ്ടായപ്പോൾ അവർ പോയെന്ന് തോന്നുന്നു. തെങ്ങ് പറഞ്ഞ അങ്ങ് പോയില്ലേ? തെങ്ങ് പറഞ്ഞ അങ്ങ് പോയി. എത്ര വർഷം പഴക്കമുള്ള തെങ്ങ? അതിന് 10-20 വർഷം പഴക്കമുള്ള. 20 അല്ല 10-30 വർഷം പഴക്കമുള്ള. പക്ഷെ അത് ചോലയായതുകൊണ്ട് അവനിങ്ങനെ മരച്ച് നിൽക്കുമായിരുന്നു. അവന് അപ്പറേ ഇപ്പറേ എല്ലാം ഈ തേക്കുണ്ടായിരുന്നു. തേക്കിനെ രക്ഷിച്ച കാരണം തെങ്ങ് ഇരുന്ന് പോയി. അങ്ങനെ തെങ്ങ് അത്രയും ചെറുതായിപ്പോയി. ഈ ഒരു മാസത്തിലാണ് 2ാമത്തെ പ്രാവശ്യം അല്ലേ? ഈ ഒരു മാസം 2ാമത്തെ പ്രാവശ്യം. ഈ പ്രാവശ്യം മുമ്പേ വന്നിട്ട് പിന്നെ പുള്ളി അതിലൂടെ ഇങ്ങനെ വന്ന് പലാറും കാറി ഓടി പാഞ്ഞു പോയി. അതേ ആന തന്നെ ആയിരിക്കും. അതേ കൊമ്പനാനെന്ന് പറഞ്ഞേ. കൊമ്പനാണോ ആനെ എന്താണ് കാണാൻ? ഇന്നലെ വന്നായിരുന്നെങ്കിൽ അന്ന് വരെ പിടിക്കാറുണ്ട്. അല്ല അങ്ങനെയല്ല. ഫോറസ്റ്റുകാരെന്നാ പറഞ്ഞേ? ഫോറസ്റ്റുകാരൻ കണ്ടില്ലല്ലോ. അവരും കണ്ടില്ല. ഇല്ല. അവരിവിടെ വന്ന് ലൈറ്റ് അടിച്ചപ്പോഴത്തേനും പാഞ്ഞില്ലേ ഒച്ചയും വെച്ച് പോയില്ലേ. പിന്നെ അവരിങ്ങോട്ടല്ലേ പോകുന്നത്, അങ്ങോട്ട് പോയില്ലല്ലോ. അങ്ങോട്ട് പോയെങ്കിൽ പറ്റി എന്നെ കാണാമായിരുന്നു. എന്തായാലും കാണാൻ പറ്റിയല്ല. ആന അങ്ങോട്ടല്ലേ പോകണം. അവർക്ക് നേരെ പോകാൻ പറ്റിയല്ലോ.
അത് കാരണം അവരിങ്ങോട്ട് വന്നു, ആരെയും അങ്ങോട്ടും പോയി. പിന്നെ അവരവിടെ മുകളിൽ പോയി എല്ലാം നോക്കി, കുറച്ച് മുകളിലോട്ടും കണ്ട പോയുള്ളൂ. നമുക്ക് ഈ കയറി വരുന്നിടത്ത് വരണം ഒരു അലാറം ഈ ഭാഗത്ത് താഴെ ഭാഗത്ത് വരണം വെക്കണം അല്ലേ? വെക്കണം. പിന്നെ എവിടെ വെക്കണ്ട? പിന്നെ ഏത് ഭാഗത്താണ് വെക്കണം? മുകളിൽ വെച്ചാലോ? മുകളിൽ വരണം വെച്ചാലും കുഴപ്പമില്ല അല്ലേ? അതിലായിരുന്നു ഇറങ്ങി വരുന്നത് അല്ലേ? അവിടുന്ന് ഇറങ്ങി വരുന്നത്. നമ്മൾ പിന്നെ അതൊന്നും പറയാൻ കഴിയാത്ത പോലെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നോക്കാം, ആരെയും നമുക്ക് കിട്ടുവാണെങ്കിലേ നമുക്ക് ചെയ്യാം കേട്ടോ, പറയാം. അയ്യോ, നമ്മുടെ സർക്കാരിന് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാൻ വല്ല വഴിയുണ്ടോ? നമ്മുടെ വനവകുപ്പ് മന്ത്രിയെ എങ്ങനെയെങ്കിലും ഇതൊന്ന് എത്തിക്കാൻ വഴിയുണ്ടോ എന്ന് ആരെങ്കിലും എത്തിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ? എത്തിക്കാം കേട്ടോ. നമ്മളിങ്ങനെ വലിയ കഷ്ടത്തിലാന്ന് പറഞ്ഞു, നമ്മളെ ആ കുടുക്കിന്ന് പറഞ്ഞു. 2-3 സർക്കാർ വന്നിട്ട് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 3 സർക്കാർ വന്നു ഈ സ്ഥലം എടുത്തതിന് ശേഷം, ഇവർ ഓർഡർ ആക്കിയ പിന്നെ. ഇത് 3ാമത്തെ സർക്കാരാണ്. ഇവർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ, ചെയ്യുമോ ഇല്ല. നമ്മളിവിടെ ആനയെ കൊല്ലണം, നമ്മളെ ആന കൊല്ലുമെന്ന് അവരോട് ചോദിക്കും. എന്നിട്ട് അവർ പരിഹാരം ഉണ്ടാക്കാൻ നിൽക്കുവാണോ എന്നറിയാം. അതാണ് നമ്മുടെ കാര്യം. നമ്മളെ ഇവിടെ ഇട്ട് ഈ കാട്ടിലിട്ട് ഇവർ നശിപ്പിക്കുക. ഇവർ നടക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളിങ്ങനെ ഇത് നശിച്ചു പോയത്. 10 പൈസയുടെ ആദായമില്ല, ആദായം കൊണ്ട് കിട്ടുകയില്ല. ഒന്നെങ്കിൽ കുരങ്ങ്, അല്ലെങ്കിൽ അണ്ണാൻ, ഇല്ല പന്നി. ഈ 4 സാധനം കൊണ്ട് നമ്മളിതിന് അടക്കി കിടക്കുക. ഇവരിതൊന്നും അറിയുന്നില്ലല്ലോ. ഇവർ ഭരണം അങ്ങനെ ഭരിച്ചിട്ടെന്ന കാര്യം. ഇവിടെ പാവപ്പെട്ടവൻ ഇവിടെ കിടപ്പുണ്ട്, അവനവിടെ ഉണ്ട്, അവനെ രക്ഷപ്പെടുത്തണം. അവനുണ്ടെങ്കിലേ കൃഷിയുള്ളൂ, കൃഷി നടത്തുള്ളൂ. ഇവനെല്ലാം തിന്നാൻ കിട്ടണമെങ്കിൽ ഇത് വേണം എന്നുള്ള വിവരമൊന്നും ഇവർക്ക് അറിയത്തില്ല. ഇവർ ഭരിക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ അടുത്ത് വരാനോ നോക്കാനോ ഇവനെന്നാ സംഭവിക്കുന്ന, വെള്ളം കഴിക്കുന്നുണ്ടോ, പട്ടിണിയാണോ, മരുന്നുണ്ടോ, ചികിത്സയുണ്ടോ, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഭരണമാണ് ഭരണം. അങ്ങനെ ഭരിച്ചിരുന്ന കാര്യം ജനങ്ങളെ അറിയാതെ കൊണ്ട് ഭരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മിണ്ടാതിരിക്കുന്ന അവർ കേൾക്കണം, അവരറിയണം. ചേച്ചിയെ ഉറക്കം പോയില്ല? മൊത്തം പോയി. ഞങ്ങൾ ഉറങ്ങിയില്ല, എന്നാൽ 2 മണി തൊട്ട് ഉറങ്ങിയില്ല, ഉറങ്ങാതെ ഇരിക്കുവായിരുന്നു. ആലിവിടെ വന്നില്ലേ പോനെ? ഇതിന് മുന്നേ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഇവിടെയൊന്നും വന്നിട്ടില്ല. ഇതിന് മുമ്പ് മോളി വരെ വന്നിട്ടുള്ളൂ. മോളി വരെ നമ്മളെ പോകുന്ന നമ്മൾ അവിടെ വെച്ചല്ലേ? അതല്ല അവിടെ വെച്ചത്. ഇപ്പൊ വന്ന് ആന താഴേക്ക് ഇറങ്ങി കേട്ടോ. ഇപ്പൊ ഇതിലേ വന്നു, അതിലേ കണ്ടില്ലേ തെങ്ങ് മറിച്ചിട്ട്. കണ്ടു. നമ്മുടെ അതേ വഴിക്ക് തന്നെയല്ലേ ഇറങ്ങിയല്ലേ? അതേ വഴിക്ക് തന്നെ ഇറങ്ങിയല്ലേ? അവിടെ വന്നേച്ചാണ് താഴ്ത്തു പോയെന്ന് അറിയത്തില്ല. ഇത് കാറിന് കേട്ടത് അലാറം കാറിയില്ലേ? എല്ലാരും ഇതിലൊന്നും പോയതല്ല, ഇത് ഞങ്ങൾ പോയതാ. ഇതിലല്ലല്ലോ പോയേക്കുന്നത്. അതിലെ അങ്ങനെ അതിലെ വന്ന ചാപ്പഴക്കാരുടെ ഓർമ്മിക്കടിയാണ്. അതിലെ അങ്ങനെ ഇറങ്ങിയായിരിക്കും അല്ലേ? അങ്ങനെയാണ് തോന്നുന്നു. ഇതിലൊന്നും വന്ന വഴി നോക്കി അവള് നോക്കി കണ്ടില്ല. ഇതിൽ ഇറങ്ങിയിട്ടുണ്ടോന്ന്? അല്ല, ഇതിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പൊളിയുമല്ലോ. അതിന്റെ ഇതിലെ ഇറങ്ങിയിട്ടില്ലല്ലേ ചേച്ചി? അതാ പറഞ്ഞ ഇതിലെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഇതിലെ ഇറങ്ങിയിട്ടില്ലല്ലോ. ഇവിടം വരെ വന്നേച്ചാ അതിലെങ്ങാണ്ട് അതിലേ പോയെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. കാൽപ്പാടൊന്നും വന്ന കാല് കാണുന്നു. ഇതൊക്കെ പഴയതല്ലേ? അല്ലല്ലോ, ഇത് പുതിയതല്ലല്ലോ. അത് ഇന്ന് ഇരിഞ്ഞതല്ലേ? ഇന്നാളെ ഇരിഞ്ഞത്. ഇന്നാളത്തെ അല്ലേ? അത് ഇന്നാളത്തെയാ. പക്ഷെ ഇതിലേ വന്നിട്ട് ഇവിടം വരെ വന്നെന്ന് തോന്നുന്നു. അലാരം അടിച്ചാർന്നല്ലോ, ഇത് അടിച്ചാർന്നെന്ന് പറഞ്ഞേ. അപ്പൊ അവിടെ ഇറങ്ങിയിട്ടില്ലേ? അതിലേ വന്നിട്ട് അങ്ങനെ പോയി അങ്ങനെ പോയിട്ടാണ് അതിലേ അങ്ങ് വന്നേ. അതായത് അലാരം അടിക്കുന്നത് കേട്ടു അല്ലേ? ഇതിലെ തിരിഞ്ഞിട്ടുണ്ട്, വട്ടം തിരിഞ്ഞിട്ടുണ്ട്. അതോ പയ്യ വന്നേന്ന് മുകളിലേക്ക് പോയി കയറി നോക്കിയായിരുന്നോ? അല്ല, ഇതിലൂടെ എങ്ങാണ്ടല്ലേ വന്നേന്ന് തോന്നുന്നു. ഇതിലല്ലേ ആന അന്നത്തെ അതേ വഴി തന്നെ ഇവിടെ എത്തി. ഇതിലേ വന്ന കേട്ടോ. ഇതിലേ വന്നല്ലേ? ഇത് ഈ വഴിയെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയാട്ടോ വന്നേ. ആ തെങ്ങ് അതിലൂടെ അവിടുന്ന് ആ തെങ്ങ് ഇതിന് മുന്നേ ഓടിച്ചല്ലേ? ആ തെങ്ങ് പണ്ട് ഓടിച്ചല്ലേ? ആ തെങ്ങേ പണ്ട് ഓടിച്ചല്ലേ? അത് പണ്ട് അതിലേ പോയിട്ട് അങ്ങനെ അവിടെ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇതിലേ വന്നേ. പുളി നിപ്പണ്ട്, പുളിയുടെ അതിലെങ്ങാണ്ട് ഇറങ്ങിന്ന് അവള് പറഞ്ഞു. ഈ പ്രാവശ്യം ഇതിലേ ഇങ്ങനെ വന്നേ. അലാറം അടിച്ചപ്പോ ഇവിടെ അലാറം ഉണ്ട്. അലാറം അടിച്ചപ്പോ നേരെ ഇതിലെ അങ്ങനെ പോയിട്ട് ആ പറമ്പിലേക്ക് പോയിട്ട് അങ്ങനെ പോയിട്ട് അങ്ങനെ കറങ്ങി തിരിച്ച് കറങ്ങി വന്ന കേട്ടോ. അങ്ങനെ വന്നേ. ഇവിടെ വന്നിട്ട് അതിപ്പോ ഇതില് നമുക്കേ
ഈ ഭാഗത്ത് ഇവിടെയും കൂടെ ഒരെണ്ണം വെക്കാം. ഇവയല്ലേ? ആ പിന്നെ ഇതിലേ ചവിട്ടിപ്പോയി. ഇതിൽ വഴിയേ വന്നേ, അത് പകുതി വഴി കാണുന്നില്ല. ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയില്ല, ഇതിലേ പോയിട്ട്. അല്ലെങ്കിൽ മുറ്റത്തേക്ക് വന്നേനെ അല്ലേ? അയ്യോ മുറ്റത്തേക്ക് ഇവിടെ വന്നപ്പോൾ അത് ഇതേ കറിയോട് പേടിച്ചു അല്ലേ? അടിച്ചോണ്ട് നേരെ അങ്ങോട്ട് ഒച്ച കേട്ടോ. ഇതിലേ നേരെ അതിലേ അങ്ങ് പോയി. നേരെ അങ്ങനെ പോയിട്ടോ. ജിമ്മിയുടെ പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് അതിലേ താഴെ പോയിട്ടാണ്. ഇതിലേ പോയി നോക്കട്ടെ ഇവിടുത്തെ സ്ഥിതി എന്നാന്ന്. കാൽപ്പാട് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതിലെ കാൽപ്പാടില്ല. ഇത്തിരി വലിയ ആനയല്ലെന്ന് തോന്നുന്നല്ലേ? വലിയൊന്നുമല്ല, ഒരു മുക്കാലാന. പണ്ട് എന്നും വരുന്ന ആനയാണ്. വലുപ്പമുണ്ട്. തീരെ ചെറുതല്ല, തീരെ ചെറുതല്ല. അല്ല അത്ര ചെറുതല്ല, അത്ര വലുതുമല്ല. ഇതിലെങ്ങനെയാണ് എന്താ ഇഷ്ടംപോലെ കാൽപ്പാട് കാണാം. ചവിട്ടുപാടുകൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതിലെങ്ങനെയാണ് ഇവിടെ ഇവരുടെ വീടിൻ്റെ മൂട് വശം കേട്ടോ. 2 കാൽപ്പാട് നീളമുണ്ട്. ഇതിലെ നടന്നു നമ്മൾ കണ്ടാണ്. ഈ തെങ്ങ ചവിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തെങ്ങ ചവിട്ടിയിട്ടാണ് ഇത് ഒടിഞ്ഞല്ലോ. ഇതിപ്പോ ഒടിഞ്ഞാണല്ലോ. കഴിഞ്ഞ ദിവസം ചവിട്ടി കാണും. ഇവിടെ കഴിഞ്ഞ ദിവസം ഇത് ഒടിഞ്ഞിട്ടില്ല. ഇല്ല, ഇത് ഇവിടെ അല്ല, ഇവിടെ ചവിട്ടിയിട്ട് അപ്പൊ ഇതേ ചവിട്ടിയിട്ട് എന്തോ ചവിട്ട് കൊണ്ടിട്ടുണ്ട്, അതാണ് അത് ഒടിഞ്ഞേക്കുന്നത്. അതാ ഒടിഞ്ഞ്. പുതിയ ഒടിയില്ല. എന്നതാണോ അവരുടെ നാടായി. പിന്നെ ഫോർച്ചന്മാരെ ഇത് എടുക്കാൻ വേണ്ടി ഇരുന്ന വേണ്ട അവനോട് കാൽപ്പാട് കാണണമെങ്കിൽ വേണ്ട ഇത്രയുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 1.5 കാൽപ്പാട് വീതിയുണ്ട്. കാൽപ്പാട് ഇതിലേ ഇറങ്ങി തന്നെ. അല്ലേ ചവിട്ടി ഊർത്തി. ചവിട്ടി നിവർത്തി ഇറങ്ങിയേക്കുന്നല്ലേ. നമ്മുടെ വഴിയും പോയി. ചേച്ചി ഇതിലേ നടന്ന് കയറി പോകുന്ന കേട്ടോ. വേണ്ട ഇത് മെനക്കെട്ടല്ലേ വന്നേ. ഇവിടെ ചവിട്ടിയപ്പോഴത്തേക്ക് കുളിച്ചിറക്കി ഇവിടെ നേരെ ഇങ്ങനെ തന്നെ ഇറങ്ങി അല്ലേ? അല്ല ഇതിലേ വന്നെന്ന് തോന്നി. ഇത് അല്ല ഇതേ തന്നെ ഇറങ്ങി. അല്ല അതാണ് അതിലേ ചവിട്ടിയിട്ടില്ലേ ഇത്? അല്ല അതെ അവിടെ അതിലെ അങ്ങനെ ഇറങ്ങി. അവിടെ ചവിട്ടി സ്റ്റെപ്പ് ഒഴിവാക്കി. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പും പോയനെ. ഇവിടെ നേരെ ഷൈനി നോക്കാൻ വന്നായിരുന്നു. ഇവിടെ നേരെ ഈ സൈഡിൽ കൂടെ തിരിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇതിലെ ഇറങ്ങി ആ തെങ്ങിന്റെ ചോട്ടിൽ പോയി. ഇതിലെ നോക്കിയാണ് ആ തെങ്ങ് മറിക്കാൻ നോക്കിയാണ്. അതിന്റെ ചോട്ടിൽ നിന്നിട്ടല്ലോ. അതിന്റെ ചോട്ടിലോ നോക്കി, അതായത് ഇതിന്റെ ചോട്ടിൽ നോക്കി. അപ്പറേ തെങ്ങ് മറിക്കാൻ കിട്ടിയില്ലെന്ന് തോന്നുന്നു. അവള് പറഞ്ഞത് എങ്ങനെ എല്ലാത്തിന്റെ ചോട്ടിൽ ഇതിന്റെ നോക്കി തെങ്ങ് മറിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ചോട്ടിലും കുറെ നേരം നിന്നുണ്ട്. അത് ഇതിലിങ്ങനെ ഇറങ്ങിപ്പോയല്ലേ. അതിന്റെ പിടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതും മറിച്ച ഈ തെങ്ങ് മറിക്കാൻ നോക്കിയിട്ടുണ്ട്. ഓ വേണ്ട ഈ തെങ്ങ് മറിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പൈപ്പ് പൊട്ടിച്ചായിരുന്നോ? പൈപ്പ് എല്ലാം ചുറ്റി കൂട്ടിയാണ്. പിന്നെ ഞങ്ങൾ നിവർത്തിയാലേ ഊർത്തി വെള്ളം വിട്ടു. പൈപ്പ് കളഞ്ഞായിരുന്നു കേട്ടോ. പൈപ്പെല്ലാം ഈ പ്രാവശ്യം അതിലേ വന്നേന്നല്ലേ? അതില് വന്നേന്ന് വിചാരിച്ചു. അല്ലേ ഇതിലേ അല്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ല ആണോ? ഇത് നേരത്തെ വന്ന ആണോ? അതിലേ എന്ത് കണ്ടെത്തിക്കത് നോക്കിയാല് നല്ല ശീല തന്നെ ഇറങ്ങിയ ശീല തന്നെയാ. ഇറങ്ങി വന്ന് അതേ വഴി കൂടെ തന്നെ ഇറങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങി കാലിപ്പാട് കാണണ്ടേ. ഇത് പുതിയല്ലേ? അല്ല എന്നാ അതിലായിരിക്കും. അതെ അതെ ഇതിലാണോ വന്നേക്കുന്നത്? നോക്കോ. ഇല്ല ഇവിടെയൊന്നും കാലിപ്പാടില്ല. ഈ ഭാഗത്തൊന്നും ഇല്ല. ഇല്ല. അപ്പോൾ അതിലേ തന്നെ ഇറങ്ങി അതിലേ കണ്ടെത്തിന്നേ. ഇവിടെ ഇറങ്ങിയാൽ എങ്ങനെയായാലും ആ ഇണ്ടിയൊക്കെ ഇടിയുന്നു. ഇറങ്ങിയത് എതിലെയാന്ന് അവള് കണ്ടില്ല. ഇറങ്ങിയതേ അങ്ങോട്ട് കയറണ്ട ചേച്ചി. അങ്ങോട്ട് അല്ല കയറുന്നല്ലേ, ഇതിലേ അല്ല വന്നേ. അതിൽ തന്നെ ആയിരിക്കും അല്ലേ? അതിൽ തന്നെ ആയിരിക്കും. ഇതിലേ അല്ലെന്നേ. ഇതിലേ വന്ന ഇവിടെ ചവിട്ട് കാണണ്ടേ. അവള് പറഞ്ഞ ഇതിലെയാ വന്നേന്നുള്ളത് അറിയത്തില്ല. ഇനിയിപ്പോൾ അപ്പുറത്തൂടെ ആണോ എന്ന് അറിയത്തില്ല. പിന്നെ ഇങ്ങനെ കാൽപ്പാട് ഇവിടെ കണ്ടേ? ഇവിടെ കാൽപ്പാടില്ലല്ലോ. എന്നാ ഇതിലെങ്ങാനും മോളിൽ കൂടെ അതിലെ ഇങ്ങനെ അതിലെ അങ്ങനെ ഇറങ്ങി ഇങ്ങനെ ചുറ്റി വന്നാണ് അല്ലേ? നേരെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടുന്ന് അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വന്നായിരിക്കും. അങ്ങോട്ടുണ്ടോ? അതിലേം കയറിയിട്ടുണ്ടല്ലേ? ഇതിലെ ഇങ്ങനെ കറങ്ങി ഇറങ്ങിയിട്ടുണ്ട്. പുല്ല് ഇറങ്ങിയിട്ടുണ്ട്. പുല്ല് മാറി കിടക്കുന്നതാണ്. ഇതിലേ കറങ്ങിക്കണ്ട അവിടം വരെ ചെന്ന്. ഇത് കണ്ടില്ലേ തെങ്ങ് പറിക്കാൻ പോയതാണെന്ന് അറിയത്തില്ല. കണ്ട കുത്തിയിട്ടുണ്ട്. കൊമ്പ് ഇവിടെ കൊള്ളണമെങ്കിൽ വലിയ ആനയല്ലെന്ന് തോന്നുന്നു അല്ലേ?
വലിയതാണെന്ന് എല്ലാം തോന്നും. അത്ര വലുതല്ല, അത്ര വലിയ കാലം. കാൽപ്പാണ് വലിപ്പമുണ്ട് അല്ലേ? ആ, എന്താണേലും വലിയ കഷ്ടം തന്നെ കേട്ടോ. കഷ്ടം. ഇതിപ്പോൾ എല്ലാ രാത്രി നമുക്കേ ഒരലാറം കൂടെ കൊണ്ടുവന്നു നോക്കി. ഇത് പല വഴി കൂടെ ഇറങ്ങി വരുന്നല്ലേ. ആന്നേ, നമ്മൾ എവിടെ കൊണ്ടു വെച്ചാലും ആന വീണ്ടും റൂട്ട് മാറ്റി അടുത്ത വഴി കൂടെ വരുക. അവന്മാരല്ലേ. എന്തായാലും വലിയ ബുദ്ധിമുട്ടല്ലേ ചേച്ചി? ഓ അയ്യോ, എൻ്റെ ബുദ്ധിമുട്ടാണോന്ന് എൻ്റെ കൃത്യം. ചേച്ചിക്ക് ഇപ്പോൾ ഈ ഹാർട്ടിന് വർഷം കൂടെ ഉള്ളതുകൊണ്ട് ഉറക്കവും ഭയങ്കര ഇതായിരിക്കും അല്ലേ? ഉറക്കമൊന്നും എനിക്ക് കുഴപ്പമില്ല, പായ കിടന്നാൽ മതി, ഉറങ്ങിക്കോളൂ. സുഖമില്ലാത്ത പിന്നെ ഇത് പേടിയല്ലേ. അതെ അതെ. ഇത്രയും 10, 40, 35 കൊല്ലമായി, എന്നിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇപ്പം അല്ലേ അവസാന കാലത്തല്ലേ ഇങ്ങനെ എല്ലാം കൂടെ അല്ലേ? ഓ അവസാനം അല്ലെന്നേ, അങ്ങനെയല്ല. ആനയുടെ അതുമല്ല, ഈ ഫോറസ്റ്റ് എടുത്തു പോയതാ വഴിയുടെ മുകളിൽ മൊത്തം. അപ്പൊ അവരത് എടുത്തു പോയെങ്കിൽ ഞങ്ങൾക്ക് പോകത്തില്ലേ? എടുത്തിട്ടില്ലല്ലേ? ഇല്ല, അത് എടുക്കാഞ്ഞിട്ട്, അത് ഞാൻ പറയും, അത് എടുക്കാഞ്ഞിട്ട് അത് കാട്ടുമൃഗം, കുരങ്ങ് ഇതെല്ലാം വന്നോണ്ട് ആൾക്കാരൊന്നും ചെയ്യാണ്ട് ഇട്ടേക്കുവാ. അവരും ഇട്ടേക്കും. ആളുകളെല്ലാരും ഒരു കൃഷിയും ചെയ്യാണ്ട്. അല്ലാതെ ഒരു എന്നെ ആരോട് പറയാ, ഇല്ലല്ലേ പറമ്പൊക്കെ എങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന പറമ്പല്ലേ? പിന്നെ 4 പെൺപിള്ളേരെ കെട്ടിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തത് ഈ മുളകും പറമ്പിൽ നിന്ന് ആദായം എടുത്തത്, ലോൺ എടുത്തത്. എല്ലാവരും ലോൺ എടുക്കും. നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ലേ. ഒരു ഇതന്നെ മുളക് എന്തോരം പറിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞോ. പിന്നെ അവരെടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ്റെ കണ്ണും കാണാതെ വന്നു, അങ്ങനെ അങ്ങ് പോയി. ആ സാരമില്ല. നമ്മൾ തെങ്ങ് മറിച്ച പ്രദേശത്ത് എത്തിയിട്ടോ. ആന എന്താ അവിടെയൊക്കെ ആന കുറേ നേരം മെനക്കെട്ട് നിന്ന് ആണ് പറിച്ചേക്കുന്നത്. ആന ആ വശത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇതൊരു വീഡിയോ ആണ്. ഇതിലിങ്ങനെ ഇറങ്ങിയെന്ന് ഞാൻ ആദ്യം വിചാരിച്ചല്ല. ഇതുണ്ടോ, ഒന്നാന്തരം തെങ്ങാട്ടെ മറിച്ചിട്ടേക്കുന്നത്. ഇതുണ്ടോ, ഇവിടെയൊക്കെ പിണ്ട ഇട്ടിട്ടുണ്ടല്ലോ. തിന്ന് കിടക്കുന്നുണ്ടോ? പ്രത്യേകം എടുത്ത് പറയണ ഈ അലാർ അടിച്ചുകൊണ്ടാണ് ആന അങ്ങോട്ട് പോയത്. പക്ഷെ ആന അങ്ങോട്ട് പോയി കുറേ ദൂരം അങ്ങ് പോയി, പിന്നെ കറങ്ങി തിരിഞ്ഞ് ആന വീണ്ടും ഈ വീടിൻ്റെ താഴെ ഭാഗത്തേക്ക് വന്നു കേട്ടോ. കുറേ ദൂരം കറങ്ങിയിട്ടാണ് വന്നേക്കുന്നത്. അതിപ്പോൾ നമുക്ക് എല്ലാ സ്ഥലമൊന്നും ഈ ഒരു ഒറ്റ സിസ്റ്റം കൊണ്ട് നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ നമുക്ക് 2 കൂടെ വെച്ചാൽ നമുക്ക് കുറച്ച് വ്യത്യാസം വരുത്താമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും നോക്കാം. ചേട്ടാ കണ്ടു കേട്ടോ, നമുക്ക് എത്ര പെട്ടെന്ന് അലാറം കൂടെ വെക്കാം. അത് മോളിൽ നിന്ന് തന്നെയാണ് വന്നത്. മോളിൽ നിന്ന് വന്നിട്ട് അങ്ങനെ കറങ്ങി അലാറം അടിച്ചപ്പോൾ അങ്ങോട്ട് പോയി, ആ മറ്റേ അപ്പുറത്തെ പറമ്പിലോട്ട് പോയി. അങ്ങോട്ട് പോയി അങ്ങനെ കറങ്ങി അടിച്ചാ തിരിച്ച് താഴേക്കൂടെ താഴെ അങ്ങനെ വന്നേക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഞാൻ ഇപ്പം തങ്കഞ്ചേൻ്റെ അടുത്തേക്ക് പോകും. അവിടെ കഴിഞ്ഞ ദിവസം ആന വന്നായിരുന്നു, അവിടെയും വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി നോക്കണം. ഈ സാധനം അങ്ങോട്ട് കൊടുക്കട്ടോ. ഇതന്നെ ചേച്ചി, ഇത് ഫോറസ്റ്റുമാരോട് മേടിച്ചു വെച്ചേക്കുന്നത്. ഉണ്ട്. ഇത് ആന വന്ന പൊട്ടിക്കാൻ തന്നാ? ഓ പൊട്ടിക്കുന്നുണ്ടോ? പിന്നെ ഞങ്ങള് പൊട്ടിക്കുന്നു, 2 പൊട്ടിച്ചു. ആണല്ലേ? കൃഷിഭവൻ കൊണ്ട് കാടല്ലേ ആന ഉണ്ടെങ്കിലേ. ഓ ഇത് നോക്കിയേ, പണ്ടൊക്കെ കാരണന്മാര് വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് മുട്ടായി മേടിക്കാൻ പൈസയൊക്കെ തരുന്ന പോലെ ചേച്ചി തന്നു വിട്ടേക്കുന്ന കേട്ടോ. ഗുണ്ട് കാലത്തിന്റെ പോക്ക് കണ്ടോ നിങ്ങൾ? ഇതാണ് ഈ നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാട്ടോ ഇത്. വേണ്ടോ, ഒരു ഗുണ്ടാണ് ചേച്ചി തന്നു വിട്ടത്. ആ ചേച്ചി ഞാൻ പോകുന്ന വഴിക്ക് ഇനി തങ്കഞ്ചേൻ്റെ അടുത്തേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് തന്നാട്ടോ. കാരണം പോകുന്ന വഴിക്ക് ആന ഉണ്ടാവും എന്നുള്ള സംശയമുണ്ട്. കാരണം ഇന്ന് ഞാൻ ഒറ്റയ്ക്കും കൂടെ ഉള്ളൂ. അപ്പോൾ ചേച്ചി എനിക്ക് എടുത്ത് തന്നേക്കുന്ന കേട്ടോ. ഏതായാലും ഇത് ചേച്ചിയുടെ കൈവച്ചോ. ഞാൻ ഇത് പ്രതീക്ഷിച്ചായിരുന്നു, ഇവിടെ ആന ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് ഞാൻ പടക്കം മേടിച്ചോണ്ട് വന്നേ. എൻ്റെ കയ്യിലുണ്ട്, ഗുണ്ടുണ്ട്. ഇത് കയ്യിൽ വെച്ചോ, ഇരുന്നോട്ടെ. ഇതാണ് കേട്ടോ നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ കേട്ടോ.